ഹലോ, അസ്സലാമു അലൈക്കും. ഫ്രീ ആണോ ഭായ്? പറയൂ. ഞാൻ ഈ അടിമ സമ്പ്രദായം വന്നത് എങ്ങനെയെന്നുള്ള അതിന്റെ ഒരു ഇസ്ലാം എന്തുകൊണ്ട് അത് അനുവദിച്ചു കൊടുത്തു, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളെ പറ്റി അതിനെപ്പറ്റി അല്ല, പലരും അതിനെ കുറിച്ചൊന്നും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. സംസാരിക്കേണ്ടത് പോലും കാര്യമില്ല സുഹൃത്തെ. നമ്മൾ ജീവിക്കുന്നത് 2025-ലാണ്. ആണ്. അല്ലെ? ആ അടിമത്തം എന്ന് പറയുന്നത് ഒരു മോശം വ്യവസ്ഥിതിയായിരുന്നു. അല്ല, അത് അത് ഇന്നത്തെ ഇന്നത്തെ കാലത്താണ് ഞാൻ പറയണതേ. ആ ഇന്നത്തെ ഇന്നില്ല, കാലത്ത് ഇവിടെ ഇല്ലല്ലോ. പറയട്ടെ, ഇന്നത്തെ പറയൂ. കാലത്ത് അടിമത്തം ഉം. എന്ന് പറയുന്ന വ്യവസ്ഥിതിയാണ്, ആ മോശമാണ്. ആ അത് ഏത് കാലത്തും മോശമായിരുന്നു. പക്ഷെ നമുക്ക് മനുഷ്യർക്ക്, ആ കാലത്തെ മനുഷ്യന്മാർക്ക്, നിങ്ങൾ ഈ പറഞ്ഞ എന്തെങ്കിലും സാമൂഹ്യ സാഹചര്യങ്ങൾ കൊണ്ടോ അറിവില്ലായ്മ ആ ആ കൊണ്ടോ ആയപ്പെട്ടു. ഒക്കെ അത്തരം വ്യവസ്ഥതകൾ ഉണ്ടായിട്ടുണ്ടാവും. ഉണ്ടായിട്ടുണ്ടാവും. നമ്മുടെ പോയിന്റ് എന്താന്ന് വെച്ചാല്, ആ ഖുർആൻ എല്ലാ കാലത്തേക്കുള്ള ഏറ്റവും അതാ. ഉത്തമമായ നിയമം പറയുമ്പോൾ ആണ്. അടിമത്തം തെറ്റാണ് എന്നതിനകത്ത് സൂചന ഉണ്ടാവും. എന്തുകൊണ്ട് സൂചിപ്പിച്ചില്ല? അടിമത്തം അടിമത്തം ഒഴിവാക്കാൻ തെറ്റാണല്ലോ, പ്രവാചകനും ദൈവത്തിന് അറിയാലോ. കാലഘട്ടത്തിന്റെ പരിമിതി ഒന്നും ദൈവത്തിന് ഇല്ലല്ലോ. ഇല്ല. എന്തുകൊണ്ട് ഇല്ല. അങ്ങനെ പറഞ്ഞാൽ പ്രവാചകൻ നിരോധിക്കാമായിരുന്നു. പ്രവാചകൻ നിരോധിച്ച എന്ത് സംഭവിക്കും? ഈ എന്ത് അടിമകളെല്ലാം സംഭവിക്കും? മോചിതരാകും. പിന്നീട് അടിമത്തം അന്ന് നിരോധിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഉണ്ടെങ്കിലും അടിമത്തം പുതിയ അടിമകൾ ഉണ്ടാവാതിരിക്കാനും ഏറ്റവും ചുരുങ്ങിയത് പ്രവാചകന്റെ ജീവിതത്തിൽ ഈ അടിമവസ്ഥിതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇല്ലാതിരിക്കുകയും ചെയ്യണ്ടേ? അല്ല, അന്ന് അടിമകളെ മോചിതരാക്കിയാല് അല്ല, ഈ അടിമകളെ അടിമകൾ മോചിതരാക്കണ്ട. മുഹമ്മദ് നബിക്ക് സമ്മാനം കിട്ടുന്ന അടിമേനെങ്കിലും വേണ്ടാന്ന് പറയാലോ. ആ രീതിയിൽ അവരുടെ ഒരു ജീവിതം എടുക്കുകയാണ്, അവരുടെ ജീവിത ചെലവ് ഏറ്റെടുക്കുകയാണ്. ഈ അതാണ്. അടിമത്തം എന്ന് പറയുന്ന വ്യവസ്ഥിതിയെ ആ, എല്ലാ കാലത്തേക്കുള്ള ഉത്തമമായ നിയമമായിട്ട് അംഗീകരിക്കാൻ പറ്റുമില്ലേ? ഇല്ല. അത് അപ്പൊ ആ കാര്യത്തിൽ ഇസ്ലാം തെറ്റല്ലേ? ഖുറാനിലുള്ള അല്ല നിയമങ്ങൾ അല്ല കാരണം കാലഹരണപ്പെട്ടില്ലേ? കാരണം പറഞ്ഞോ, സക്കാത്ത് നിർബന്ധമായ 8 കൂട്ടങ്ങളിൽ ഉം, 4 കൂട്ടങ്ങളെ ഇന്നുള്ളൂ, ഉം, 4 കൂട്ടങ്ങളെ ഇന്നില്ല. ഉം, അതിൽ 2 വിഭാഗക്കാരെന്ന് 4 വിഭാഗക്കാരെന്ന് പറയുന്നത്, ഉം. ഒന്ന് മോചനദ്രവ്യം എഴുതപ്പെട്ട അടിമ. മോചനദ്രവ്യം എഴുതപ്പെട്ട മുസ്ലിം അടിമകൾ, അങ്ങനെ പറയും. അല്ലല്ല, അടിമേനേ ഉള്ളൂ. മുസ്ലിം മുസ്ലിം അടിമകൾ, ഇല്ലില്ല. മുസ്ലിം അടിമകൾ, ഇല്ല, മുസ്ലിം അങ്ങനെയാണ് നിങ്ങൾ അടിമകൾ. കൂട്ടിച്ചേർക്കുന്നത്. അല്ല, മോചനദ്രവ്യം എഴുതപ്പെട്ട അടിമ അങ്ങനെ പിന്നെ ഖുറാനിൽ അല്ല, പറയുന്നത്. അങ്ങനെ തന്നെയല്ല. ആ മോചനദ്രവ്യം എഴുതപ്പെട്ട അടിമകളാണ്. പക്ഷെ അത് മോചനദ്രവ്യം എഴുതപ്പെട്ട ആ ആ സക്കാത്ത് ആ വാങ്ങാം. ഗണത്തിൽ വരണമെങ്കിൽ അത് മുസ്ലിം അടിമയായിരിക്കണം. അതിനെപ്പറ്റി അത് ഞാൻ മാത്രമല്ല, നിങ്ങൾ ഈ നമ്മൾ പ്രായശ്ചിത്തമായിട്ട് തെറ്റിന്, കുറ്റത്തിനൊക്കെ, അല്ലെങ്കിൽ ഇബാദത്ത് വിട്ടുപോയതിനൊക്കെ പ്രായശ്ചിത്തം പരിഹാരമായിട്ട് അടിമമോചനം പറഞ്ഞിട്ടുണ്ടല്ലോ. ഉണ്ട്. ഉണ്ട്. അതൊക്കെ വീടണമെങ്കിൽ ആ മോചിപ്പിക്കപ്പെടുന്നത് മുസ്ലിം അടിമേനായിരിക്കണം. അതിനെപ്പറ്റി കാരണം ആ അതിനെപ്പറ്റി കാലഘട്ടത്തിൽ എനിക്കറിയാം, അതുകൊണ്ടാ പറഞ്ഞേ. അത്രയും മുസ്ലിംസ് അവിടെ വരാൻ പോയത് പ്രവാചന കാലഘട്ടത്തില്ലേ. ആ പ്രവാചന കാലഘട്ടത്തിൽ ആൾക്കാർ ഇസ്ലാം സ്വീകരിക്കുന്നല്ലേ ഉള്ളൂ. ആ അപ്പം മോചനം മുസ്ലിം എഴുതപ്പെട്ട അടിമകൾ അടിമ എന്ന് പറയും. ഉണ്ടായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. ഈ തുടക്കത്തില് ആ ഇസ്ലാം സ്വീകരിച്ചതിൽ കൂടുതൽ പേരും അടിമകളായിരുന്നു തുടക്കകാലത്ത്. അടിമയായിരിക്കുമ്പോൾ ഇസ്ലാം ആ, അതെ, സ്വീകരിച്ചെന്ന അതെ. അതിനെപ്പറ്റി ഇനി റിസർച്ച് ആ, ചെയ്യണം, അതെ. നോക്കിയാലേ റിസർച്ച് പറ്റിയ. ചെയ്യാനൊന്നുമില്ല. അതായത് സ്വതന്ത്രരുടെ 3 ഇരട്ടിയോളം അടിമകൾ ഉണ്ടായിരുന്നു. അല്ല മനസ്സിലായോ? ആണ്. മക്കയിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ചത്. ഇപ്പൊ അബൂബക്കർ ഇസ്ലാം സ്വീകരിക്കുമ്പോൾ അബൂബക്കറിന്റെ കുടുംബം, അബൂബക്കറിന്റെ കൂടെ ഉണ്ടായിരുന്ന അടിമകള്, ഇങ്ങനെയൊക്കെയാണ് സ്വീകരിക്കുന്നത്. അപ്പൊ അതിൽ ആ കുറെ പേര്, അപ്പം മുസ്ലിം ആയിട്ടുള്ള ജനസംഖ്യയുടെ വലിയ ഭാഗം മക്കയിൽ ആദ്യകാലങ്ങളിൽ അടിമകളായിരുന്നു. അപ്പൊ പക്ഷെ അവരെയൊക്കെ അന്ന് സ്വതന്ത്രരായിട്ടുള്ള സ്റ്റാറ്റസിലേക്ക് അത്ര കൊണ്ടുവരണമെന്ന് ദാരിദ്ര്യം മുഹമ്മദ് അവിടെ ഉണ്ടായിരുന്നു. ആഗ്രഹിച്ചിരുന്നു. ഞാൻ അത്ര പറയട്ടെ, ആ നോക്കൂ, ആ അവരെയൊക്കെ സ്വതന്ത്രരാക്കണമെന്ന് മുഹമ്മദ് ആഗ്രഹിച്ചിരുന്നു. ആ എന്ന് പറഞ്ഞാൽ അടിമത്തം ഒരു മോശം സാധനമാണ് എന്ന് മുഹമ്മദിന് അറിയാമായിരുന്നു. നബിയുടെ പേര് ചെറുതാരെല്ലാം അല്ല, പറഞ്ഞു ബഹുമാനോട് നിങ്ങൾ പറമായി പറഞ്ഞോളൂ, പേര് കേൾക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞോളൂ, കുഴപ്പമില്ല. പറഞ്ഞ ഞാൻ പറഞ്ഞത് അങ്ങനെ പറമായി. അവർക്ക് നബി അറിയാമായിരുന്നു, മുഹമ്മദ് എന്ന് അതുകൊണ്ടാണല്ലോ പറയാം, മോചിപ്പിക്കാൻ. പ്രവാചകൻ എന്ന് പറയാം, റസൂൽ നോക്കൂ, എന്ന് പറയാം. ഞാൻ പറഞ്ഞത് മുഹമ്മദ് എന്ന് തന്നെ ഞാൻ പറയാ. ഇപ്പൊ എനിക്ക് ആ അതിന്റെ പ്രവാചകത്വം ബോധ്യം ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ അയാളുടെ പേരല്ലേ പറയണുള്ളൂ. അപമാനിച്ചു അറിയാലല്ലോ. അല്ല, ഒരു ഒരാൾക്ക് ഏറ്റവും കാലഘട്ടത്തിൽ നന്നായിട്ട് യോജിക്കുന്ന അയാളുടെ പേരല്ലേ. ആ ഓക്കെ. അപ്പോ ആ ഞാൻ ആ പറയുന്നത് അടിമത്ത മോചനം പുണ്യമാക്കിയത് എന്തുകൊണ്ടാ? അടിമത്തം തെറ്റാണെന്നുള്ളതുകൊണ്ടല്ലേ. ആണ്. ആണ്. ആ അടിമത്തം തെറ്റാണെന്ന് ബോധ്യമുള്ള മുഹമ്മദ് നബി സമ്മാനമായിട്ട് അടിമനെ സ്വീകരിക്കാൻ പറ്റുമോ? ജി അതെ, ഞാൻ നിങ്ങളോട് അന്ന് ചോദിച്ചിരുന്ന മാരിയത്തുൽ കിബിത്തിയുടെ കഥ മനസ്സിലാക്കിയിട്ട് വരാനാണ്. അത് നിങ്ങൾ വായിച്ചോ? അതെ, അത് കുറച്ച് മനസ്സിലാക്കിയ. പക്ഷെ ഉം. അത് സമ്മാനമായി സ്വീകരിച്ചു, പിന്നെ അവർക്ക് മോചിതമാക്കാമല്ലോ. സമ്മാനമായിട്ട് സ്വീകരിച്ചിട്ടുണ്ട്, മോചിപ്പിച്ചിട്ടുമില്ല. അങ്ങനെയൊന്നും പറയില്ലേ. ആ മുഹമ്മദ് നബി മരിക്കുന്നവരെ ആ ഉമ്മു വലത് എന്ന കൺസെപ്റ്റിൽ മാത്രമാണ് ആ സ്ത്രീ സ്വതന്ത്രയാകുന്നത്. മുഹമ്മദ് മരിക്കുന്നത് വരെ മുഹമ്മദ് നബിയുടെ അടിമയാണ്. അത് തന്നെ. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഒരാളെ മോചിതമാക്കി വിട്ടാൽ അവർക്ക് ജീവിക്കാൻ ഇത് വേണ്ടേ? അവിടെ വിഷയം അതാണ്. അതൊന്നും മനുഷ്യന് അത് ഒരു കാര്യം തെറ്റാണോ ശരിയാണോ എന്ന് അറിയുന്നതിന്റെ, ഇപ്പൊ നമ്മളെ നാട്ടില് ജയിലുകളിൽ ആളെ പിടിപ്പിച്ചിട്ടിരിക്കുന്നത് എന്തുകൊണ്ട്? അവർക്ക് തിന്നാൻ കൊടുക്കാനാ? അല്ല, അല്ല. അവർ കുറ്റത്തിന് ശിക്ഷ ഭാഗമായിട്ട്. അല്ലേ? ആ ആ. അപ്പൊ ഇവരെ പിടിച്ചു വെച്ചിരിക്കുന്നത് ഈ ആ ഉദ്ദേശത്തിലല്ല. ഇപ്പൊ നമ്മൾ അല്ല. പറയാണ് ജയിലിൽ കിടക്കുന്ന ആൾക്കാരൊക്കെ കുറെ കാലമായിട്ട് ജയിലിൽ കിടക്കണവരെ തുറന്നു വിട്ടാല്
അവരെങ്ങനെ ജീവിക്കും, അവർക്ക് തൊഴിലില്ല, അവർ അല്ല അത് വയസ്സായി എന്നൊക്കെ ഈ പറഞ്ഞാൽ കാലഘട്ടത്തിൽ പിടിച്ചു വെക്കും. ചെയ്യുന്ന ജോലിക്കാരെ വന്ന് ആൾക്കാർ സ്വീകരിച്ചോണ്ട് പോകും. ആ ഒരു കാലഘട്ടം ഇത്. ഏത് കാലഘട്ടത്തിലും അടിമത്തം തെറ്റാണ്. ഇല്ല അടിമത്തത്തെ അടിമത്തം ആ ന്യായീകരിക്കരുത്. കാലഘട്ടത്തിന് ആവശ്യമായിരുന്നു. ഏത് കാലഘട്ടത്തിലും അടിമത്തം തെറ്റാണ്. ആ ഇല്ല ആ വ്യവസ്ഥിതി കാലഘട്ടത്തിന് തെറ്റാണ്. ആവശ്യമായിരുന്നു. അതാ മനസ്സിലാക്കേണ്ടത്. ആ വ്യവസ്ഥിതി തെറ്റാണ്. ആ കാലഘട്ടത്തിൽ അടിമകളില്ലാതെ മനുഷ്യർ സ്വതന്ത്രരായി ജീവിച്ചിരുന്നില്ലേ? അത് ജീവിച്ചിട്ടുണ്ട്. ജീവിക്കാൻ ആ. കഴിവുള്ളവർ അടിമത്തത്തിന് സ്വതന്ത്രരായി ജീവിച്ച പോകത്തില്ലല്ലോ. മനുഷ്യന്മാരുണ്ട്, അടിമകളായി ജീവിച്ച മനുഷ്യന്മാരുണ്ട്. അതെന്തുകൊണ്ടാണ് അടിമകളായി ജീവിച്ച മനുഷ്യന്മാർക്ക് സ്വതന്ത്രരായി ജീവിക്കുന്ന മനുഷ്യരെക്കാളും ജീവിതം ദുസ്സഹമായിരുന്നു അല്ലേ? ദുസ്സഹമാണോ എന്തോന്നുള്ളത് ആ കാലത്ത് അടിമത്തത്തിന്റെ രീതിയാണ്. കാരണം അടിമകളെ പലരും വിൽക്കാൻ ശ്രമിക്കുമല്ലോ, ഉം. അത് ഒഴിവാക്കാൻ ശ്രമിക്കുന്ന കാലഘട്ടം കാണുന്നില്ലേ? പിന്നെ ഒരു അടിമസ്ഥയിൽ കുഞ്ഞ് ജനിച്ചാൽ അവരെ വിവാഹം കഴിക്കണം. അടിമക്ക് ഒരു കുഞ്ഞ് ജനിച്ചാൽ, ഒരു അടിമയും ഒരാളുടെ കീഴിലുള്ള രണ്ട് അടിമകള് തമ്മിൽ വിവാഹിതരായിട്ട് ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിന്റെ സ്റ്റാറ്റസ് എന്താ? അല്ല ആ കുഞ്ഞിന് മോചനം എഴുതി കിട്ടും. അടിമകളെ അല്ല, കുഞ്ഞ് ആ അവന് കുഞ്ഞു ജീവിക്കാനുള്ള അടിമയാണ്. ആ സാഹചര്യം കുഞ്ഞു ഉണ്ടാവും. അതാണ്. അടിമയാണ്. ഏ? ആ കുഞ്ഞു അടിമയാണ്. അല്ല പക്ഷെ അവർക്ക് ജീവിക്കാനും വിവാഹം കഴിച്ച് ജീവിക്കാനുള്ള അവകാശം കൊടുക്കുന്ന ഇസ്ലാം മതമാണ്. അപ്പൊ ആ കുഞ്ഞിന്റെ ജീവിതവും സെക്യൂർ ആയി. ഒരടിമയും മറ്റൊരു അടിമയും തമ്മിൽ വിവാഹം കഴിപ്പിച്ചു. ആ അതിൽ ജനിക്കുന്ന കുഞ്ഞ് ആരുടെ അടിമയായിരിക്കും? അല്ല ഞാൻ പറഞ്ഞത് അങ്ങനെ വരെ അതിൽ ഉള്ള ജനിക്കുന്ന അടിമ കുഞ്ഞു സമ്പ്രദായമോ. അടിമയാണ് സുഹൃത്തെ. അല്ല ഈ അടിമ എന്ന് പറയുന്ന സമ്പ്രദായം വിവാഹം കഴിക്കാൻ അനുവദിക്കുന്നെങ്കിൽ അത്ര സുതാര്യമായ സമ്പ്രദായം ആ കാലത്ത് നിലനിന്നത് നമുക്ക് ആരെ വിവാഹം കഴിക്കാൻ അനുവദിച്ചിരുന്നു? ഇപ്പൊ രണ്ട് ജോലിക്കാരെ വിവാഹം കഴിച്ച് ആ കുഞ്ഞ് അതിൽ ജോലിക്കാരൻ ജനിക്കുന്ന കുഞ്ഞ് ഇയാളുടെ ഉടമയുടെ അടിമയാണ്. അടിമ നിങ്ങളെ വീട്ടിലൊരു സമ്പ്രദായത്തിന്റെ മുട്ടനാടും ഒരു ഒരു ആടും ഉണ്ടെങ്കിൽ, പെണ്ണാടും ഉണ്ടെങ്കിൽ അവർ തമ്മിൽ ബന്ധപ്പെട്ടുണ്ടാവുന്ന കുട്ടികൾ നിങ്ങളുടെ വളർത്തു മൃഗത്തിന്റെ ഭാഗമായിട്ട് എങ്ങനെയാണോ നിൽക്കുന്നത് അതേപോലെ തന്നെയാണ് അതിലും. അല്ല അപ്പൊ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നത് നല്ലതല്ലേ? അടിമക്ക് നല്ലതല്ലേ? എങ്ങനെയാ? ആ അടിമ ദമ്പതികൾക്ക് 2-3 കുട്ടികൾ ഉണ്ടായാൽ ഇയാളുടെ അടിമ സമ്പത്ത് എന്ന് പറഞ്ഞാൽ 5 ആവും. പക്ഷെ അവരുടെ ഉത്തരവാദിത്വം മൊത്തം കുഞ്ഞുങ്ങളുടെ ഉത്തരവാദിത്തം. എന്ത് ഉത്തരവാദിത്തം? മനുഷ്യരെ അടിമയാക്കി. നിങ്ങൾക്ക് എത്ര ഏജ് ആയി ഞാൻ ചോദിക്കട്ടെ? 55. 55 വയസ്സായിട്ട് നിങ്ങൾക്കും അടിമത്തം എന്ന് പറയുന്ന ഒരു മോശം കാര്യമായിട്ട് തോന്നുന്നില്ല? ഇല്ല, കാരണം ആ കാലഘട്ടത്തിൽ അത് മോശമായിരുന്നില്ല. അത് നിങ്ങളുടെ മതത്തിലുള്ളത് കൊണ്ട് ഏത് കാലഘട്ടത്തിലും അടിമത്തം മോശമാണ്. അന്ന് മോശമായ വ്യവസ്ഥിതി ഉണ്ടായിരുന്നു. അത് സാർവലൗകികമായിട്ടുണ്ടായിരുന്നു. ഒരു തെറ്റായിരുന്നു. അന്നത്തെ കാലത്ത് സതി നല്ലതായിരുന്നോ? സതി ഉള്ള കാലത്ത് സതി നല്ലതായിരുന്നോ? അല്ല. പക്ഷെ സതി പോലെ സതി നല്ലതായിരുന്നോ? അല്ല. അതെന്താ അന്നത്തെ കാലത്ത് അത് അങ്ങനെ നിങ്ങൾ പറയുന്ന ന്യായം പറഞ്ഞൂടെ? അന്ന് വിധവാ വിവാഹം ഇല്ലാത്ത കാലത്ത് ആ സ്ത്രീക്ക് പിന്നെ വേറൊരു നിർവാഹമില്ല. അതുകൊണ്ട് അവർ ചാടി മരിക്കുമായിരുന്നു. ഇല്ല, അത് ആചാരം തെറ്റാണ്. അടിമത്തം ശരിയാണ്. അടിമത്തം ആ കാലത്ത് അത് ആവശ്യമായിരുന്നു. ഏത് കാലം നോക്കൂ എങ്ങനെയാണ്. സതി ഒരു ദുരാചാരമായിരുന്നു. അത് ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു. അത് ഉള്ള കാലത്തും ഇപ്പോഴായാലും അത് തെറ്റ് തന്നെയാണ്. അതേപോലെ തന്നെയാണ് അടിമത്തം. അടിമത്തം ഒരു മോശം വ്യവസ്ഥിതിയായിരുന്നു. അടിമത്തം അതെന്തുകൊണ്ടാണ് പറഞ്ഞുതരാം. അത് ഇസ്ലാമിലുണ്ട്. മുഹമ്മദ് നബി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി മരിക്കുന്നത് വരെ നിങ്ങൾക്ക് അത് തെറ്റാണെന്ന് പറയാൻ കഴിയില്ല. ഈ കാലഘട്ടം ആർക്കാണ് സുഹൃത്തെ? ഇത് മോചിപ്പിച്ചാൽ ഇവര് ഞാൻ ചോദിക്കുന്നത് കാലഘട്ടം ആർക്കാണ്? മനുഷ്യർക്കല്ലേ? അല്ല, ആണ്. ഞാനാണ് അള്ളാഹുവിനുണ്ടോ? ഉണ്ട്. അള്ളാഹുവിന് കാലഘട്ടത്തിന് പരിമിതി ഉണ്ടോ? അള്ളാഹുവിന് കാലഘട്ടത്തിന് പരിമിതി ഉണ്ടോ? ഈ പരിമിതിയൊന്നുമില്ല. അള്ളാഹു കാലഘട്ടങ്ങൾ. അപ്പൊ പിന്നെ ഒരു കാര്യം, അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് ദൈവികമായിട്ടുള്ള ഒരു നിയമം വരുമ്പോ അതിന്റെ പ്രത്യേകത എന്താ? അതിന് കാലഘട്ടത്തിന്റെ പരിമിതി ഉണ്ടാവില്ല എന്നുള്ളതല്ലേ? അല്ല, കാലഘട്ടത്തിനനുസരിച്ചാണ് അള്ളാഹു നിയമങ്ങൾ വരുന്നത്. ആരുടെ കാലഘട്ടത്തിനനുസരിച്ച്? ഏത് കാലഘട്ടത്തിൽ ജീവിച്ച ഒരു സമ്പ്രദായം ഇല്ലാതാക്കണമെങ്കിൽ മുഹമ്മദ് നബിയുടെ കാലഘട്ടത്തിൽ ഇസ്ലാമിൽ അടിമത്തം അനുവദിച്ചിട്ടുണ്ടോ? അടിമത്തം നിരുത്സാഹപ്പെടുത്തിയിട്ടേ ഉള്ളൂ. അടിമത്തം അനുവദിച്ചിട്ടുണ്ടോ? നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല. അനുവദിച്ചിട്ടുണ്ട്. ഇപ്പൊ അനുവദിച്ചിട്ടുണ്ടോ? ഇപ്പൊ അനുവദിച്ചാൽ ഒരു അടിമയും കിട്ടത്തില്ല. അനുവാദമുണ്ടോ? അള്ളാഹുവിന്റെ മതത്തിൽ അടിമത്തം ഇപ്പോഴും അനുവദനീയമാണോ അല്ലേ? അടിമ നിരോധിച്ചിട്ടില്ല. ഇപ്പോഴും അനുവദനീയമാണോ അല്ലേ? അതാ ചോദ്യം. അല്ല, അപ്പൊ അന്ന് നിരോധിച്ചില്ലെങ്കിൽ ഇന്ന് നിരോധിച്ചില്ലാത്തതാണ്. ഈ കാലഘട്ടത്തിൽ അടിമത്തം തെറ്റാണെന്ന് നിങ്ങൾക്കും തർക്കമൊന്നുമില്ലല്ലോ? ഇല്ല. ഈ അനുവദിച്ച് തെറ്റായ ഒരു കാര്യം ഇസ്ലാമിൽ ഇപ്പോഴും ഹലാലല്ലേ? അനുവദനീയമാണ്. ആ ഒരു കാലഘട്ടത്തിൽ ഹലാലല്ലേ? തെറ്റായ ഒരു കാര്യം 2025 തെറ്റാണെന്ന് നിങ്ങൾ പോലും പറയുന്ന ഒരു കാര്യം ഇസ്ലാമിൽ ഇപ്പോഴും ഹലാലാണ്. ഇതെന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ അള്ളാഹു ഇറക്കി കൊടുത്ത നിയമങ്ങളിൽ പലതും
ഇന്നത്തെ കാലത്തെ മനുഷ്യർക്ക് അല്ലെങ്കിൽ ഇന്നത്തെ കാലത്തെ ജീവിതത്തിന് സ്യൂട്ടല്ല. അതല്ല അതിന്റെ അർത്ഥം. ഇതിനെ പലതല്ല, ആ കാലഘട്ടത്തിന് ആവശ്യത വെച്ചാ ഇറങ്ങി. ഈ കാലഘട്ടത്തിൽ ഈ കാലഘട്ടം ഇസ്ലാം അനുവദിച്ച ഒരു കാര്യം ഈ കാലഘട്ടത്തിൽ ഒരു മുസ്ലിം ചെയ്യുമ്പോൾ മതപരമായിട്ട് അത് തെറ്റാണോ അല്ലേ? അല്ല, അക്കാലത്ത് പ്രവാചകൻ അള്ളാഹ് നിരോധിച്ചിട്ടില്ല. അത് ഈ കാലഘട്ടത്തിൽ അള്ളാഹ് നിരോധിച്ചിട്ടുണ്ടോ? ഈ രാജ്യത്തിൽ ഉണ്ടാവില്ല. അഫ്ഗാനിസ്ഥാനില് ഇസ്ലാമിക ശരീഅത്ത് തിരിച്ചു വന്നു. അഫ്ഗാനിസ്ഥാന് ഏതെങ്കിലും ഒരു അടുത്ത രാജ്യം, ഇപ്പൊ മ്യാൻമറോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു രാജ്യമായിട്ട് യുദ്ധം ഉണ്ടായിന്ന് വിചാരിച്ചോ. നമ്മുടെ ഭൂട്ടാനോ അല്ലെങ്കിൽ വേറെ നേപ്പാളൊക്കെ ആയിട്ട് യുദ്ധം ഉണ്ടായി. അവര് ഇസ്ലാമിക ശരീഅത്ത് അവിടത്തേക്ക് വ്യാപിപ്പിക്കാൻ ശ്രമിച്ചു. അവര് തമ്മിലൊരു ഫൈറ്റ് ഉണ്ടായി. അപ്പൊ ആ ഫൈറ്റില് ഈ ഇപ്പുറത്തുള്ള രാജ്യത്തെ ശത്രു സൈന്യത്തിന്റെ സ്ത്രീകളെയും കുട്ടികളെയൊക്കെ പിടിച്ചുകൊണ്ട് അടിമയാക്കാൻ വേണ്ടി അവിടുത്തെ ഖലീഫ തീരുമാനിച്ചാൽ അത് ഹലാലാണോ ഹറാമാണോ? തെറ്റാണ്. കാരണം ഈ ആവശ്യമുണ്ടല്ലോ ഖുർആൻ കാലഘട്ടത്തിൽ വെച്ച് ആലോചിച്ചാണ് കാര്യങ്ങൾ. അള്ളാഹു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, എന്തും ചെയ്യാം. ഞാൻ ചോദിക്കുന്നത് മതപരമായിട്ട് അത് ഹറാമാകുന്നത് എങ്ങനെയാണ് പറഞ്ഞു. മതപരമായ ഹറാമാകുന്നത് എങ്ങനെയാന്നുള്ളതല്ല, കാലഘട്ടത്തിൽ എന്തായി പറയണേ? കാലഘട്ടം എടുക്കണം. അങ്ങനെയാണ് ചിന്തിക്കണം. നിയമങ്ങൾ മനസ്സിലാക്കുമ്പോൾ ആ രീതിയിൽ മനസ്സിലാക്കണം. അതായത് ആ കാലഘട്ടത്തിൽ സമ്പ്രദായമാണ്. ഇപ്പൊ ഈ കാലഘട്ടത്തിനനുസരിച്ച് ചിന്തിച്ച് തീരുമാനം എടുക്കാനാണെങ്കിൽ എന്തിനാ ഖുർആന്? നിങ്ങൾ പറയുന്ന പോലെ അത് കാലഘട്ടത്തിനനുസരിച്ച് ചിന്തിച്ച് തീരുമാനം എടുക്കാനാണെങ്കിൽ എന്തിനാണ് ഖുർആൻ? ഖുർആന്റെ ആവശ്യം എന്താ? ഖുർആന്റെ ആവശ്യമല്ലേ ഉള്ളൂ. ഖുർആനിലെ എല്ലാ കാര്യങ്ങളും ഖുർആൻ അനുസരിച്ച്, നിയമം അനുസരിച്ച്, ഇസ്ലാമിന്റെ ശരീഅത്ത് അനുസരിച്ച് അഫ്ഗാനിസ്ഥാൻ ഏതെങ്കിലും ഒരു മുശ്രിക്കിന്റെ രാജ്യവുമായിട്ട് ഒരു യുദ്ധം നടത്തി ഇസ്ലാമിക ഖിലാഫത്ത്, അവരവിടെ വിജയിച്ചാൽ അല്ലെങ്കിൽ അവിടെ ഒരു യുദ്ധം നടത്തിയിട്ട് അവിടെ യുദ്ധത്തിൽ സൈന്യത്തെ പരാജയപ്പെടുത്തിയാൽ അവിടുന്ന് ആളുകളെ പിടിച്ചു കൊണ്ടുപോയി അടിമയാക്കി വെക്കുന്നത് ഹലാലാണോ ഹറാമാണോ? അടിമയാക്കി വെക്കുന്നത് ഹലാലാണോ ഹറാമാണോ? അടിമയാക്കി പിടിച്ചോണ്ട് പോകുന്നത്, അടിമയാക്കുന്നത് ഹലാലാണോ ഹറാമാണോ? അതാണ് ചോദ്യം. മതപരമായി ഞാൻ പറഞ്ഞില്ലേ, ഖുർആനികമായിട്ട് അത് തെറ്റാണ് എന്ന് സ്ഥാപിക്കുന്ന വചനം പറഞ്ഞു. അത് പറയാം. കാരണം എന്താണ്, അവർക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല. ഈ പിടിച്ചവർ നിങ്ങൾ പറയൂ സുഹൃത്തെ, ഇങ്ങനെ ഒരു ഖിലാഫത്തിന്റെ ഭാഗമായിട്ട് ഒരു യുദ്ധം നടക്കുകയും അവിടെ നിന്ന് ബഹുദൈവാരാധകരെയോ അല്ലെങ്കിൽ അവിടുത്തെ ക്രിസ്ത്യൻ ജൂത ആരെങ്കിലും ഒക്കെ ആയിട്ടുള്ള ആളുകളെ പിടിച്ചു കൊണ്ടുപോയി അടിമകളാക്കി മാറ്റുന്നത് ഹറാമാണ് എന്നതിന് നിങ്ങൾ തെളിവ് പറയൂ ഖുർആനിന്ന്. പറയട്ടെ, അടിമകൾക്ക് സ്വന്തമാക്കി വിട്ടാൽ അവര് ഭർത്ത കിടന്ന് മരിച്ചു പോകുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ അവർ അടിമകളാക്കാം. എവിടെയാണ് ആ ഷർത്തുള്ളത്? എവിടെയാണ് അടിമകളാക്കി പിടിക്കുമ്പോൾ ഈ ഷർത്തിന് ആനുപാതികമായിട്ടാണ് ചെയ്യേണ്ടതെന്നുള്ളത്? ഈ നിബന്ധനയിലാണ് അടിമയാക്കുന്നത്. നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? ഈ നിബന്ധനയിലാണല്ലോ അന്നുണ്ടായിരുന്നത്. ആരാ പറഞ്ഞത്? അള്ള പറഞ്ഞിട്ടില്ല. ആരും പറയാത്ത നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? അല്ല, നമ്മള് ബുദ്ധി മനസ്സിലാക്കണം. നമ്മുടെ ബുദ്ധി അല്ലല്ലോ, നിങ്ങളുടെ ബുദ്ധി ഉപയോഗിക്കാനാണെങ്കിൽ ഖുർആൻ നോക്കേണ്ട കാര്യമില്ലല്ലോ. അല്ലാതെ ബേസിക് കാര്യങ്ങൾ ബുദ്ധി ഉപയോഗിക്കുന്നത് എന്തിന്? ആ ഖുർആന്റെ ബേസിക് നിയമം അനുസരിച്ചിട്ട് ഒരു പിന്നെ ആളുകളെ അടിമയാക്കി വെക്കുന്നത് അനുവദനീയമാണ്. ഇപ്പോഴും ഹലാലാണ്. ജീവിക്കാനുള്ള അവസ്ഥയാണെങ്കിൽ ആരത് പറഞ്ഞ? അത് നോക്കണം. ആരാ പറഞ്ഞേ? നോക്കണം. നിങ്ങൾ ഇപ്പൊ അഫ്ഗാനിസ്ഥാനിലെ ISIS യസീദി പെൺകുട്ടികളെ അടിമയാക്കി വെച്ചത് ഖുർആന്റെ അടിസ്ഥാനത്തിലാണ്. ഈ IS ഇസ്ലാമിന്റെ ആൾക്കാർ തന്നെയാണ്. ഇസ്ലാമിനെ അതിന്റെ പ്യൂരിറ്റൻ ഇസ്ലാമിനെ ക്ലിയർ ഇസ്ലാമിക് ഖിലാഫത്ത് സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ച ഇസ്ലാമിക സംഘമാണ് ISIS. അഫ്ഗാനിസ്ഥാനിലെ താലിബാനുകൾ എടുക്കുന്നുണ്ടോ? താലിബാൻ തീവ്രത ഒരിക്കലും താലിബാൻ ഇസ്ലാമിക സംവിധാനമാണോ? താലിബാൻ ഇസ്ലാമിക സംവിധാനമാണോ? അല്ലല്ല, ഭയങ്കര തീവ്രത. അവർ കാണിച്ച ഒരു ഇസ്ലാമിക വിരുദ്ധത എന്ന് പറഞ്ഞത് തീവ്രത. എന്താ തീവ്രത പറഞ്ഞ? തീവ്രത തന്നെ പെൺകുട്ടികളെ പഠിപ്പിക്കുന്നില്ല. തെറ്റല്ലേ? അറിവ് പഠിക്കണം. പ്രവാചകൻ പറഞ്ഞ സുഹൃത്തിനെ അറിവ് പഠിക്കുക, മുഹമ്മദ് നബിയോ? മുഹമ്മദ് നബി എത്ര സ്കൂൾ സ്ഥാപിച്ചിട്ടുണ്ട്? പ്രവാചകന്റെ ഉദ്ദേശം എന്തുവാ? അവിടെ മുഹമ്മദ് നബിയുടെ മദീനയിൽ പെൺകുട്ടികളെ അറിവ് പഠിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സ്ഥാപനം എന്തായിരുന്നു? അതിനെപ്പറ്റി പഠിച്ചു നോക്കി പറയാം. എന്ത് സംവിധാനമാണ് അറിവ് പഠിക്കാൻ വേണ്ടിട്ട് ഉണ്ടാക്കിയത്? അറിവ് പഠിക്കാൻ ഖുർആൻ മുസ്ലിം പെൺകുട്ടികൾക്കോ? പെൺകുട്ടികൾ ആൺകുട്ടി എല്ലാം പഠിക്കാം. മുസ്ലിം പെൺകുട്ടികള് ആയിഷ യുദ്ധം ചെയ്തില്ല. എന്ത് ആയിഷ യുദ്ധം നേരത്തെ നൽകിയത്? യുദ്ധം ചെയ്ത്
യുദ്ധം ചെയ്ത അല്ല യുദ്ധം യുദ്ധം ചെയ്ത പറയും നിങ്ങൾ പറഞ്ഞല്ലോ. അലി റളിയല്ലാഹു യുദ്ധം ചെയ്തെന്ന് പറയുന്നത് സംഭവത്തിന് വിരുദ്ധമുണ്ട്. ആ യുദ്ധം നടന്നില്ലെന്നും അഭിപ്രായമുണ്ട്. പക്ഷെ ആയിഷ ഞാൻ പറഞ്ഞെന്താ അറിയോ, നമ്മളൊക്കെ മനുഷ്യര് 24-ാം നൂറ്റാണ്ടില് 21-ാം നൂറ്റാണ്ടില് 2025 ജീവിക്കുമ്പോഴേ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ദുഷിച്ച വ്യവസ്ഥിതിയെ, അത് ആ കാലഘട്ടത്തിന്റെ പരിമിതിയോ മനുഷ്യന്മാരുടെ അറിവുകേടോ എന്തോ ആവാം, അത്തരം ഒരു ദുഷിപ്പിനെ ന്യായീകരിക്കുന്ന ഒരു ഗതികേട് എന്ന് പറയുന്നത് അത് ചെറിയ ഗതികേടല്ല. എന്തുകൊണ്ട് എന്നുള്ളത് പറയുന്നതാണ്. അതന്നെയാണ് ന്യായീകരണം എന്ന് പറഞ്ഞാലേ, അതായത് ആ കാലഘട്ടത്തിൽ അത് ഉണ്ടാവാനുണ്ടായ പ്രത്യേക സാഹചര്യത്തെ നമ്മൾ ന്യായീകരിക്കണേ. എന്തിനു വേണ്ടി? ആ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ ഒരു നിയമം, ഈ പറയപ്പെടുന്ന ദുഷിപ്പിനെ അനുവദനീയമാക്കിയ ഒരു മത നിയമം, ആ മത നിയമത്തെ തള്ളിക്കളയാനുള്ള പ്രയാസം കൊണ്ടാണ് അടിമത്തത്തെ നിങ്ങൾ ന്യായീകരിക്കുന്നത്. ഇല്ല, അങ്ങനെയല്ല. തെള്ളിക്കളഞ്ഞത് ആ കാലഘട്ടത്തിൽ വളരെ ലളിതമായിട്ട് ചോദിക്കാം, പലിശ ഹലാലാണോ ഹറാമാണോ? ഹറാമാണ്. പലിശ നിരോധിച്ചത് തെറ്റാണോ ശരിയാണോ? ശരിയാണ്. പലിശ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പല ആളുകളുടെ ജീവിത മാർഗമായിരുന്നില്ലേ? അപ്പൊ അന്ന് ആ കാലഘട്ടത്തിൽ പ്രായോഗികമല്ലാത്തൊരു സാധനം നിരോധിച്ച, പ്രായോഗികമല്ലാന്ന് ഇപ്പൊ നമുക്ക് മനുഷ്യന്മാർക്ക് മനസ്സിലായിട്ടില്ലേ? പ്രായോഗികം അല്ലെന്നോ? നിങ്ങൾ പലിശയായിട്ട് ജീവിതത്തിൽ ഇതുവരെ ഇടപെട്ടിട്ടില്ലേ? ഞാൻ ബാങ്കിലുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇല്ലേ? പലിശയല്ലേ അത്? പലിശയിലെന്ന് പറഞ്ഞാൽ പലിശയുമായി ബന്ധപ്പെടാതെ ഒരു മനുഷ്യന് ജീവിതം സാധ്യമാണ്. പക്ഷെ ഒരു ബാങ്ക് പലിശയും സ്വകാര്യ വ്യക്തികൾ പലിശ കൊടുക്കുന്നതും രണ്ട് രണ്ടാ. അത് അങ്ങനെ വേർതിരിച്ചിട്ടില്ലല്ലോ. എല്ലാത്തരം പലിശയും, പലിശയുടെ ഏറ്റവും കുറഞ്ഞ, അത് പലിശ നിരോധിച്ചത് അപ്രായോഗികമായിട്ടുള്ള ഒരു നിരോധനമായിരുന്നില്ലേ? ഇല്ല, ഒരിക്കലും അപ്രായോഗികമല്ല. പലിശയുമായി ബന്ധപ്പെട്ട ഇസ്ലാമിക നിയമം പ്രായോഗികമാണോ? പ്രായോഗികമാണ്. കാരണം എവിടെ പ്രായോഗികമാവുന്ന ഒന്ന് പറഞ്ഞുതരോ? പലിശയുമായി ബന്ധപ്പെട്ട് നിൽക്കാത്ത ഒരു സാമ്പത്തിക വ്യവസ്ഥയുടെ പേര് പറഞ്ഞുതരോ? നിങ്ങൾ ഈ എല്ലാ ഈ അത് പറയുന്ന പോലെ വാക്കാൽ എടുക്കരുത്. അതിനകത്തുള്ള വ്യംഗ്യമായ അർത്ഥങ്ങൾ മനസ്സിലാക്കണം. എന്ത് വ്യംഗ്യാർത്ഥം? അന്ന് വട്ടിപ്പലിശയാണോ നിരോധിച്ചത്? അന്ന് നിരോധിച്ച നിങ്ങൾ പറയുന്നതനുസരിച്ച് ബാങ്ക് പലിശ ഹലാലാണോ? ബാങ്ക് പലിശയിൽ കുറച്ച് ആവാന്നുള്ള CH മുസ്തഫ മൗലവിയുടെ പുസ്തകത്തിൽ പറയുന്നുണ്ടല്ലോ. CH മുസ്തഫ മൗലവിനോടല്ലേ ചോദിച്ചേ? ഇസ്ലാമിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. വാത്തോട് ചോദിക്കുന്ന ആളാ. എങ്ങനെ? കാരണം എന്ന് വെച്ചാല് ബാങ്കുകളിൽ വരുന്ന ഈ പലിശ, ബാങ്കുകൾ അനുവദിച്ച ചെറിയ പലിശ, ഇസ്ലാമിക പ്രകാരം പലിശ ഹറാമാണെങ്കിൽ അനുവദിച്ച ഈ പലിശയുടെ സമ്പ്രദായത്തിൽ അത് കൊണ്ടാകുന്ന ലാഭം പൊതുജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പൊ ഇങ്ങനെ അതൊരു വ്യക്തിയുടെ കയ്യിലായി പോകുന്നില്ല. പലിശ എന്ന് പറയുന്നത് മനുഷ്യർക്ക് അന്ന് മുതലേ അതെന്ത് ചെയ്യാം, അത് ചില നിബന്ധനകൾ വെച്ച് നിയന്ത്രിച്ച് ഉപയോഗിക്കാവുന്ന ഒരു സാധനമായിരുന്നു. അത് നിരോധിക്കാൻ കഴിഞ്ഞു മനുഷ്യർക്ക്. മുഹമ്മദ് നബിക്ക് ആ കാലഘട്ടത്തിൽ പലിശ നിരോധിക്കാൻ കഴിഞ്ഞു. ആ കാലഘട്ടത്തിൽ നിരോധിച്ച വേറൊരു സാധനമാണ് ഞങ്ങൾക്ക് പറഞ്ഞത്. നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ്. സ്വയംഭോഗം ഹറാമല്ലേ ഇസ്ലാമില്? ഹറാമല്ലെന്ന് അഭിപ്രായം ഉണ്ടല്ലോ. ഹറാമാണ്, കൃത്യമായി ഹറാമാണ്. ഖുർആനിലും ഹദീസിലൊക്കെ അനുസരിച്ച് ഉണ്ട്. ഖുർആനില് ഉണ്ട്. പറഞ്ഞു തരാന്നേ. അതായത് അള്ളാഹു അനുവദിച്ചു കൊടുത്ത സുഖാസ്വാദന മാർഗങ്ങളായിട്ട് ഖുർആൻ പറയുന്നത് ഭാര്യമാരും വലങ്കൈ ഉടമപ്പെടുത്തിയ അടിമ സ്ത്രീകളുമാണ്. അതല്ലാത്ത ഒരു മാർഗവും തേടരുത് എന്ന് ഖുർആൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇല്ല, അങ്ങനെയല്ല പറയുന്നത്. കാരണം ഈ സ്വയംഭവത്തെ പറ്റി മറ്റ് വലിയ പണ്ഡിതന്മാർ എവിടെയും ഖുർആനിലോ ഹദീസിലോ പറയുന്നില്ല എന്ന് ഉണ്ടെങ്കിൽ പറയണം. ഫുൾ ഹറാമാണ്. അപ്പൊ അന്ന് ആയത്തെന്ന് പറയണം. ആയത്താണ് പറഞ്ഞത്. നമ്പർ ഏതാ? നമ്പർ നോക്കിയെടുക്കണം. അതിന്റെ വിശദീകരണം തന്നെയാണല്ലോ ഖുർആന്റെ വിശദീകരണം തന്നെയല്ലേ പിന്നെ ബാക്കി തഫ്സീറുകളായിട്ടും ചോദിക്കണം. പല പണ്ഡിതരും പ്രമുഖ പണ്ഡിതൻ ചോദിച്ച കാര്യമോ? അപ്പൊ അവരെല്ലാം ഖുർആനിലും ഹദീസിലും എവിടെയും പറയുന്നില്ലെന്നാ പറഞ്ഞു. ഏത് പണ്ഡിതനാ പറഞ്ഞത്? ഏത് പണ്ഡിതൻ? ഒരു വ്യക്തി പറയുന്നത് അൻവാരി ഉസ്താദ്, അങ്ങനെ ഒരുപാട് പേര് നിങ്ങൾക്ക് മനസ്സിലാവും. എന്താ പേര്? ഏത് അൻവരി ഉസ്താദ്? ഷാഹുൽ അഹമ്മദ് അൻവാരി. ഷാഹുൽ അഹമ്മദ് അൻവരി ഉസ്താദ് ഹറാമല്ല എന്ന് പറഞ്ഞോ? അല്ല, അതിനെപ്പറ്റി ഖുർആനിലും ഹദീസിലും എവിടെയും കാണുന്നില്ലെന്ന് പറഞ്ഞു. ഖുർആനും ഹദീസിലും ഇപ്പൊ നിങ്ങൾക്ക് 5 നേരത്തെ നിസ്കാരം തെരഞ്ഞാൽ കിട്ടൂല. ഖുർആനിൽ കിട്ടും, നിങ്ങളെ ഹദീസിൽ തന്നെ കിട്ടും. കിട്ടൂല. ഖുർആൻ പറഞ്ഞു 5 നേരത്തെ നിസ്കാരം നിങ്ങളുടെ നമസ്കാര സമയം നിർവഹിക്കപ്പെട്ടിരിക്കുന്നു. അത് ഹദീസ് വരുന്നുണ്ട്. നിസ്കാരം സ്റ്റാർട്ട് ചെയ്ത ഹദീസുകളിൽ നിന്ന് നിങ്ങൾക്ക് ഈ സാധനം കിട്ടും. ഫിഖ്ഹിൽ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല ഇതിനുള്ള ശിക്ഷ വരെ എഴുതി വെച്ച ഹദീസുകൾ. നിങ്ങൾ 5 നേരത്തെ നിസ്കാരം എവിടെ നിന്ന് എടുക്കുക? അവിടെ തന്നെ കിട്ടുമോ?
ഇവിടെ ഹദീസ് നമ്പർ പറയാം. ഇപ്പൊ എല്ലാം ഹദീസ് നമ്പർ ഹദീസിൽ നിങ്ങൾ കുറച്ചൊക്കെ ഒന്ന് അന്വേഷിക്കേ. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു നോക്കൂ അതിന്റെ അഭിപ്രായ വ്യത്യാസം ഉണ്ട് നിങ്ങൾ പറയണു. അതായത് ഈ സ്വയംഭോഗത്തിന്റെ കാര്യത്തില്. പക്ഷെ അടിമഭോഗത്തിന്റെ കാര്യത്തില് ഹറാമാണ് ഹലാലാണോ എന്നുള്ള കാര്യത്തിൽ സംശയം ഉണ്ടോ ആർക്കെങ്കിലും? അത് അപ്പൊ ഇനി ശ്രദ്ധിച്ചു കേട്ടോളൂ കേട്ടോ. നിങ്ങൾ കാലഘട്ടത്തിന്റെ പ്രായോഗികതയൊക്കെ പറഞ്ഞതിന് ഉള്ള മറുപടിയാണ്. അടിമഭോഗം ഹലാലും സ്വയംഭോഗം ഹറാമ്. നീ കറാഹത്താണെന്ന അഭിപ്രായമുള്ള വളരെ അപൂർവം ചില പണ്ഡിതന്മാരുണ്ട്. പക്ഷെ ഹദീസ് ഒന്നല്ല, നിങ്ങൾ ഫിഖ്ഹിൽ തന്നെ നോക്കിക്കോളി. ഫിഖ്ഹിൽ കർമ്മശാസ്ത്രം തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അഭിപ്രായം പറയാനാണോ? നിങ്ങൾക്ക് എവിടുന്നാണോ ഈ നിസ്കാരം ഓത്തൊക്കെ കിട്ടുക, അവിടുന്ന് തന്നെയാണ് ഈ സാധനങ്ങളൊക്കെ കിട്ടുക. വെറുതെ വിഷയം മാറ്റിക്കൊണ്ടല്ലേ. അപ്പൊ അത് ഹലാലാക്കി, അത് ഒന്ന് ഹറാമും ഒന്ന് ഹലാലാക്കിയ പഠിച്ചു. മനുഷ്യന് പ്രായോഗികമായിട്ട് ഒരു കാലത്തും പിന്നെ പ്രായോഗികവൽക്കരിക്കാൻ കഴിയാത്ത പലിശ ഹറാമാക്കിയിട്ട് അടിമത്തം ഹലാലാക്കിയ പഠിച്ചു. പറ്റി ഒന്നും പറയുന്നില്ല, ഖുർആനിലും ഹദീസിലും എവിടെയും കാണുന്നില്ല. അത് ഖുർആനിൽ അങ്ങനെ നേരിട്ട് പറയണ്ട. അതായത് ഈ രണ്ട് മാർഗം ഒഴികെ സുഖാസ്വാദനത്തിന് മറ്റു മാർഗങ്ങൾ വേറെ ഒരു മാർഗം ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ഈ രണ്ട് മാർഗം ഒഴികെ വേറെ ഒരു മാർഗവും സ്വീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അങ്ങനെ പറയുന്നതാ? ആ ഉണ്ട്. നിങ്ങൾ നോക്കിക്കോ, നിങ്ങൾ നോക്കിയെടുക്ക്. ഞാൻ ഖുർആൻ എടുക്കാവുന്ന കയ്യിലെടുക്കാവുന്ന ഒരു സമയത്തല്ല, സ്ഥലത്തല്ല ഉള്ളത്, പുറത്താണ്. പിന്നെ പറഞ്ഞാൽ മതി. ഇപ്പൊ പറഞ്ഞില്ല, ഇപ്പഴാ ഖുർആനും ആയത്തിനും പേരും പറയണേ. അപ്പൊ അത് ആ രീതിയിൽ അങ്ങനെ പറഞ്ഞ ഖുർആന് ഈ രണ്ടെണ്ണം അനുവദിച്ച രണ്ടെണ്ണത്തിൽ ഒന്നെന്താ അറിയോ? അന്യന്റെ വീട്ടിൽ ഉറങ്ങി കിടക്കുന്ന സ്ത്രീകളെ പിടിച്ചോണ്ടുവന്നതിന്. മറ്റൊരു ഗോത്രത്തിലേക്ക് കിടന്നുറങ്ങിയ സ്ത്രീകളെ പിടിച്ചോണ്ടെന്ന് അടിമയാക്കിയിട്ട് അത് ഉപയോഗിച്ചോന്നാണ് ഖുർആനിൽ പറയുന്നത്. ഒന്ന് പിന്നെ ഭാര്യ. ഒരു തെറ്റിദ്ധാരണ ഖുർആനിലുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഇത്രയും പ്രായമായ സ്ഥിതിക്ക് ഇനിയെങ്കിലും ഈ അടിമത്തത്തെ ന്യായീകരിക്കേണ്ടതുണ്ടോ എന്ന് സ്വയം ചോദിക്കാം. ഇല്ല, അടിമത്തം ഇസ്ലാം അന്ന് അനുഭവിച്ച ഹലാലായ അവസ്ഥ തന്നെയാണ് ആ കാലഘട്ടത്തിന് ആവശ്യമായി. ന്യായീകരിക്കേണ്ട ബാധ്യത നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ന്യായീകരിച്ചോളിയും. എനിക്ക് അടിമത്തത്തെ ന്യായീകരിക്കാൻ വേണ്ടി വിളിക്കരുത്. അടിമത്തം ഒരു കാലത്തുണ്ടായിരുന്നു, അതിന്റെ ന്യായം പറയാ. അതിപ്പോ ഇല്ല, അത് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ തെളിവില്ലാതെ കളവ് പറയാ. ഇങ്ങനെ ചെയ്തതിൽ കാര്യം മനസ്സിലായോ? അടിമത്തം ഞങ്ങളോട് വളരെ സ്പെസിഫിക് ആയിട്ട് ചോദിച്ചു. അടിമത്തം ഇപ്പൊ അഫ്ഗാനിസ്ഥാനിലെ ഭരണകൂടം വേറൊരു ജനതയോട് യുദ്ധം ചെയ്ത് അവിടുത്തെ സ്ത്രീകളെ അടിമകളാക്കി പിടിച്ചാൽ അത് തെറ്റാണ്. നിങ്ങൾ എന്ത് ഖുർആൻ അടിസ്ഥാനത്തിലാ പറയാം? കാരണം അന്ന് അവരെ അടിമകളാക്കി നിർത്താനേ ഇന്ന് കാരണം അവരെ സ്വന്തമായി വിട്ട് അവർ ജീവിക്കാനുള്ള അവസ്ഥ ഈ ഭൂമിയിൽ അല്ലാഹ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവരെ അടിമകളാക്കാൻ പാടില്ല. എന്ന് നിങ്ങളുടെ ബുദ്ധി പഠിക്കാൻ മനസ്സിലാക്കുന്നില്ലേ? വചനം ഞാൻ നിങ്ങൾക്ക് ഈ പിന്നെ സ്വയംഭോഗം ഹറാമാക്കിയ ഖുർആൻ വചനം എടുത്തു തരാം. നിങ്ങൾ ഈ ഇന്നത്തെ കാലത്ത് അടിമകളെ പിടിക്കാൻ പാടില്ല എന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഖുർആൻ വചനം ഒന്ന് എനിക്ക് എടുത്തു തരണേ. അല്ല, പറയാ അടിമ സമ്പ്രദായം എന്തുകൊണ്ട് അവര് നിങ്ങൾ ന്യായമല്ല കേൾക്കണ്ട സുഹൃത്തെ. ഞാൻ എന്റെ ന്യായമല്ലല്ലോ പറഞ്ഞേ, ഞാൻ ഖുർആൻ വചനം തരാന്നല്ലേ പറഞ്ഞേ. അപ്പൊ നിങ്ങളുടെ വാദത്തിൽ പറയാ ഒരു ജനതയെ സ്വതന്ത്രമാക്കിയാൽ അവർക്ക് ജീവിക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ അവരുടെ മേൽ അടിമ സമ്പ്രദായം അങ്ങനെ ഒരു ജനതക്ക് സ്വതന്ത്രമായി ജീവിക്കാൻ കഴിയുമെങ്കിൽ അവരെ അടിമയാക്കരുത് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടോ? ഖുർആൻ ആ കാലഘട്ടത്തിൽ മനസ്സിലാക്കണോ? ഖുർആൻ പറഞ്ഞിട്ടുണ്ടോ? ഖുർആൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം എന്തുകൊണ്ട് അവരാക്കിയത്. അത് ചിന്തിക്കുന്നത് നിങ്ങളുടെ ബുദ്ധി വെച്ചിട്ടല്ലേ? നിങ്ങളുടെ ബുദ്ധിയായിട്ട് എന്ത് പ്രസക്തിയുള്ള ഈ ബുദ്ധി അള്ളാഹിന് മുന്നിൽ ആയിരിക്കുന്ന ബുദ്ധിയാ. അള്ളാഹിക്കറിയാം അതാണ് കാര്യമെന്ന്. ഒരു ജനതയ്ക്ക് ഏത് ഗോത്രത്തിനാണ് ബനൂ ഖുറൈളയിലെ സ്ത്രീകളെയും കുട്ടികളെയും പിടിച്ചപ്പോ അവർക്ക് സ്വന്തമായിട്ട് ജീവിക്കാൻ അവകാശം കഴിയുമായിരുന്നില്ലേ? അവർക്ക് സമ്പത്ത് ഉണ്ടായിരുന്നില്ലേ? അത് ചരിത്രത്തിന് അത് നോക്കണം. ഒരു ബനൂ ഖുറൈളയിലെ പുരുഷന്മാരെ മൊത്തം രാവിലെ മുതൽ വൈകുന്നേരം വന്ന് നിന്ന് തലയറുത്തിട്ട് അവരുടെ സമ്പത്ത് മുഴുവൻ പിടിച്ചെടുത്തിട്ട് അവരുടെ സ്ത്രീകളെയും കുട്ടികളെയും ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ആ കഥ സഹിയാണോ എന്ന് നോക്കണം. ബനൂ ഖുറൈള നിങ്ങൾ ചോദിക്കി. നിങ്ങൾ പറഞ്ഞ ന്യായം അനുസരിച്ചിട്ട് അവിടുത്തെ ഏറ്റവും സമ്പന്നമായിട്ടുള്ള ഒരു ഗോത്രത്തെ അവിടുത്തെ പുരുഷന്മാരെ പറയട്ടെ. ബനൂ ഖുറൈളക്ക് ഞാൻ നിങ്ങൾക്ക് ഹദീസ് തരണോ? നിങ്ങൾ പിന്നെ എന്ത് പിന്നെ ഇസ്ലാം പഠിച്ചത്? നിങ്ങൾ എത്ര തവണ ആവർത്തിച്ചപ്പോഴാണ് ഞാനിത് പറയണമെന്ന് ആലോചിക്കൂ. ബനൂ ഖുറൈളയില് ആ മദീനയിലെ ഏറ്റവും പ്രബലമായ 3 ജൂതഗോത്രങ്ങളിൽ ഒന്നിനെ ആ പുരുഷന്മാരെ മുഴുവൻ തലയറുത്ത് കൊന്നിട്ട്
അതന്നെ, അത് ഹദീസ് പറയണം. ഏത് ഹദീസ് പറയുന്നറിയണ്ടേ? പറയട്ടെ. പറയൂ. തലയർത്ത് കൊന്നിട്ട് അവിടുത്തെ സ്ത്രീകളെയും കുട്ടികളെയും അടിമകളാക്കി പിടിച്ചപ്പോ അവര് സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ അവകാശമില്ലാത്തവരായിരുന്നു, കഴിവില്ലാത്തവരായിരുന്നു? അല്ല. മുഹമ്മദ് നബി ആക്രമിച്ച് പിടിച്ചെടുത്ത ബനൂ മുസ്തലക്കായാലും എവിടെയായാലും പോയി ആക്രമിച്ച് പിടിച്ചെടുത്ത എല്ലാ ഗോത്രങ്ങളും ആ കാലം വരെ അവിടെ സ്വതന്ത്രമായി ജീവിച്ചിരുന്ന മനുഷ്യർ തന്നെയാണ്. ഒരു സ്വാതന്ത്ര്യത്തോടെ ജീവിച്ച മനുഷ്യന്മാരെയാണ് ചെന്ന് ആക്രമിച്ച് പുരുഷന്മാരെ കൊലപ്പെടുത്തി സ്ത്രീകളെയും കുട്ടികളെയും അടിമകളായി പിടിച്ചത്. അവരുടെ സമ്പത്ത് കൊള്ളയടിച്ചത്. എന്ത് ഹദീസ്, എന്ത് കള്ളഹദീസ്? നിങ്ങൾ മുഹമ്മദ് നബി ഉണ്ടായിരുന്നു തന്നെ നിങ്ങൾക്ക് ഇപ്പൊ തെളിവുണ്ടാവില്ല. ഇതിന് വ്യക്തമായിട്ട് മുഹമ്മദ് നബി ഗോത്രങ്ങളുമായിട്ട് യുദ്ധം ചെയ്തിട്ടുണ്ടോ? സുഹൃത്തെ, ഈ ഒരു കാര്യം കൂടി കേട്ടോ. മുഹമ്മദ് നബി ഇതര ഗോത്രങ്ങളുമായിട്ട് ആക്രമണം ചെയ്തിട്ടുണ്ടോ? അതല്ല ഞാൻ പറയട്ടെ, നിങ്ങൾ മുഹമ്മദ് നബി അങ്ങനെ ആക്രമിച്ചിട്ടുണ്ടോ? നിങ്ങൾ പറയും. ഇത് പറഞ്ഞോട്ടെ. നബി മക്ക പിടിച്ചടക്കി. മക്ക നബി എല്ലാവരും അംഗീകരിച്ചു. നബിയാണ് മൂത്താപ്പാന്റെ മക്കളെ അടിമകളാക്കി പിടിച്ചില്ലല്ലോ എന്നാണോ നിങ്ങളെ ന്യായം? അല്ലാത്ത ന്യായം തന്നെ. ഇങ്ങനെ എളാപ്പാന്റെയും മൂത്താപ്പാന്റെയും മക്കളെ അടിമകളാക്കി പിടിച്ചില്ല എന്നുള്ളതാണോ നിങ്ങളെ ന്യായം? എല്ലാ മക്ക ഫത്തവും നബി മക്ക പിടിച്ചിടക്കി, അറേബ്യയെ പിടിച്ചിടക്കി. എല്ലാവരും അംഗീകരിച്ച് നബിയാണ് അവിടുത്തെ ഭരണാധികാരി. അപ്പൊ നബി എന്താ പറഞ്ഞത്? നിങ്ങൾ എന്നോട് ഒരുപാട് ചോദ്യം ചെയ്തവരൊക്കെ എല്ലാം ഉണ്ട്. നബി എന്താ പറയുക? നിങ്ങൾ സ്വതന്ത്രമായിക്കൊള്ളുക, ഇത് നിങ്ങൾ സ്വതന്ത്രമായിക്കൊള്ളുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇസ്ലാം സ്വീകരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടമുള്ള ഇതൊക്കെ വേറെ കഥയാണ്. നിങ്ങൾ എവിടെ പറഞ്ഞു പോണത്? അബൂ സുഫിയാൻ എങ്ങനെ ഇത് ഏത് ഹദീസ്? നിങ്ങൾ ഇഷ്ടമുള്ള ഒരു ഇസ്ലാം സ്വീകരിച്ചോളി, അല്ലാത്തവര് നിങ്ങൾ ഇഷ്ടമുള്ള പോലെ ജീവിച്ചോളി എന്നാ നബി പറഞ്ഞത്? ആ ഹദീസ് ഒന്ന് പറഞ്ഞേ കേക്കട്ടെ. എടുത്തു തരണേ. അപ്പൊ ഈ 2-3 ഹദീസ് ജീവിക്കാൻ ഗതിയില്ലാതെ റോട്ടിൽ കൂടി അലഞ്ഞു തിരിഞ്ഞ ആൾക്കാരെല്ലാം മുഹമ്മദ് നബി പിടിച്ചോണ്ടെന്ന് അടിമയാക്കിയത് സ്വതന്ത്രമായി ജീവിച്ചിരുന്ന ഒരു മിനിറ്റ് സ്വതന്ത്രമായി ഗോത്രമായി ജീവിച്ചിരുന്ന മനുഷ്യരെ ആക്രമിച്ച് കൊലപ്പെടുത്തി. അതെ അതെ, നിങ്ങൾ ഇനി ഹദീസ് തെരഞ്ഞോളി. നിങ്ങൾ അംഗീകരിക്കുന്ന ഇസ്ലാമിക ചരിത്ര പുസ്തകം അയച്ചെന്നാ മതി. അതിന് ഞാൻ നിങ്ങൾക്ക് എടുത്ത് അയച്ചുതരാം. ഏതൊക്കെ പുസ്തകങ്ങൾ നിങ്ങൾ അംഗീകരിക്കുമെന്ന് എനിക്ക് പറഞ്ഞുതരാം. ബുഖാരി, മുസ്ലിം, ഇബ്നു മാജ, തിർമിദി, അബൂ ദാവൂദ്. സിഹാഹു സിത്തയാണ് നിങ്ങൾ പറഞ്ഞത്. സിഹാഹു മതി. സിഹാഹു സിത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ അംഗീകരിക്കും. വെരി ഗുഡ്, ഞാൻ അയച്ചുതരാം കേട്ടോ. ഞാൻ വീട്ടിൽ പറയുന്നത് പിന്നെ എന്തോ ലഹരിയാകാവുന്ന കൊണ്ടുവരരുത്. അപ്പൊ അതിലൊക്കെ ഈ ഹദീസ് ഗ്രന്ഥങ്ങൾക്ക് ആവശ്യത്തിന് നിറഞ്ഞു കിടക്കുന്നുണ്ട്. മുഹമ്മദ് നബി എന്താ ചെയ്തു കൂട്ടിയത്? ഞാൻ വിചാരിച്ചു നിങ്ങൾ മുസ്തഫ മൗലവിന്റെ ആളാണ്. അപ്പൊ സിഹാഹു സിത്തിന്റെ തള്ളുന്നത്. എങ്ങനെ? ഞാൻ ആരുടെ ആളല്ല, അങ്ങനെ കാണരുത്. അല്ല, ഈ 5 ഗ്രന്ഥങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന പിന്നെ തള്ളൂല്ലല്ലോ. ഈ 6 ഹദീസിൽ നിന്ന് സഹിഹായി ഉദ്ധരിക്കപ്പെട്ട ഹദീസുകൾ തള്ളൂല്ലല്ലോ. ഈ 6 സിഹാഹു സിത്തയിൽ നിന്ന് കൊണ്ടുവന്ന പിന്നെ തള്ളൂല്ലല്ലോ. ഇല്ല, അത് പറ്റില്ല. കാരണം സഹീഹ് ബുഖാരി ഞാൻ പഠിച്ച അതിനകത്ത് ഒരുപാട് വേണ്ടാത്ത ഹദീസുകളുണ്ട്. അപ്പൊ പിന്നെ നിങ്ങൾ സിഹാഹു സിത്ത എന്ന് പറഞ്ഞില്ല, എന്താ സഹിഹായ ഹദീസ് അതെങ്ങനെയാ നമ്മൾ തെരഞ്ഞെടുക്കുക? 19-ാം നൂറ്റാണ്ടില് അൽബാനി സഹിഹായിട്ട് ഗ്രേഡ് ചെയ്തത് എടുക്കോ? അൽബാനിയുടെ ഹദീസുകൾ എടുക്കേണ്ടതാ. അൽബാനി ഹദീസ് അല്ല, സഹീഹ് മുസ്ലിമും ബുഖാരിയും ഈ പറഞ്ഞ ഹദീസ് ഗ്രന്ഥങ്ങളൊക്കെ പരിശോധിച്ചതിന് ശേഷം അതിന്റെ ഉസൂലുൽ ഹദീസും ഒക്കെ നോക്കിയിട്ടേ, സനദൊക്കെ നോക്കിയിട്ട് സഹീഹാണെന്ന് അൽബാനി ഗ്രേഡ് ചെയ്ത ഹദീസുകളുണ്ട്. അതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ഗ്രേഡ്. അൽബാനിയുടെ ഹദീസുകളല്ല സുഹൃത്തെ, സഹീഹ് ബുഖാരിയിലും മുസ്ലിമിലും ഒക്കെ ഉള്ള ഹദീസുകൾ അതിന്റെ സനദും ബാക്കി കാര്യങ്ങളൊക്കെ പരിശോധിച്ച് അത് ഗ്രേഡ് ചെയ്തിട്ടുണ്ട് അൽബാനി എന്ന് പറഞ്ഞ ഒരു പണ്ഡിതൻ പണ്ട്, ഒരു 200 വർഷം മുൻപ്, 200 വർഷത്തിനുള്ളിൽ. അത് സഹീഹാണ് എന്ന് അംഗീകരിച്ചതേ നിങ്ങൾ എടുക്കുവോ? അല്ല, നോക്കാം നമുക്ക്. അൽബാനി നോക്കിയതിന്റെ അപ്പുറത്ത് നിങ്ങൾ എങ്ങനെയാ നോക്കാൻ പോണത്? നോക്കാൻ പോകുന്നത് നമ്മൾക്ക് ഒരു പഠിച്ച ഹദീസ് വെച്ച് ഹദീസിനെ വിലയിരുത്തും. അല്ല, എങ്ങനെയാണ് നിങ്ങൾ എന്തിന്റെ ബേസിലെ വിലയിരുത്തുന്നത്? എന്നാ പിന്നെ നമുക്ക് രണ്ടാം കൂടി ഒരുമിച്ച് നോക്കാലോ. നമുക്ക് വിലയിരുത്തുന്ന രീതി നമ്മുടെ ബുദ്ധിക്ക് അള്ളാഹു അറിവ് വെച്ച് നമ്മൾ വിലയിരുത്തും. നമ്മുടെ ബുദ്ധിക്ക് യോജിക്കാത്തത്, ഇന്ന് നാട്ടുകാരോട് പറയാൻ പറ്റാത്തത്, സഹീഹ് അല്ലാത്തത്. അല്ല, യോജിക്കാത്ത പക്ഷേ അങ്ങനെ ഒരു മാനദണ്ഡം വേണ്ട സുഹൃത്തെ. എന്താ മാനദണ്ഡം? മാനദണ്ഡം നമ്മൾ നോക്കും. അള്ളാഹ് നമുക്ക് അറിവ് വെച്ചും നമ്മൾ നോക്കും. അങ്ങനെ ഹദീസ് വരാൻ വഴിയുണ്ടോ? അങ്ങനെയാണെങ്കിൽ അത് എടുക്കാൻ പറ്റുമോ? അങ്ങനെയാണ് ഹദീസ് പരിശോധിക്കുന്നത്.
അല്ല ഹദീസ് അങ്ങനെ ഇന്നത്തെ അങ്ങനെ കാലത്ത് ഈ കാലഘട്ടത്തിൽ നമുക്ക് ആവശ്യമായ അറിവുകൾ ഇന്നത്തെ മാത്രമേ കാലത്ത് നബി അങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന അയ്യെന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ തള്ളൂ. അതാണോ? അല്ല, അതിന്റെ മൂലഗ്രന്ഥം വെച്ച് നോക്കുമ്പോൾ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ എന്ന് മനസ്സിലാക്കാം. ഏത് മൂലഗ്രന്ഥം? ഖുർആനല്ലേ? ഖുർആനിൽ അള്ളാഹ് അനുവദിച്ച ഒരു കാര്യം മുഹമ്മദ് നബി ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തള്ളൂലല്ലോ. തള്ളൂലല്ലോ. നമ്മളാര് അത്ര മതി. അപ്പൊ നമുക്ക് ബാക്കി സിഹാവ് സിത്തായിട്ട് സംസാരിക്കാം. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ സാധനങ്ങൾക്കുള്ള തെളിവൊക്കെ ഒന്ന് കൊണ്ടുവരണം. ഇന്നത്തെ കാലത്ത് അഫ്ഗാനിസ്ഥാൻ ഏതെങ്കിലും ഒരു രാജ്യത്തെ ആക്രമിക്കുകയാണെങ്കിൽ അവിടെ അടിമകളെ പിടിക്കാൻ പറ്റില്ല എന്നതിന് നിങ്ങൾ അവലംബിക്കുന്ന ഖുർആൻ ആയത്ത് ഹദീസ് ഒന്ന് പറഞ്ഞു. ഒരു ജനതയെ ആക്രമിച്ചിട്ട് അവരെ തീറ്റിപ്പോറ്റാന് ആവശ്യമായ അവരെ ഒഴിച്ചുകൊള്ളാം തീർച്ചയായും. മുഹമ്മദ് നബി ആക്രമിച്ച് പിടിച്ചെടുത്ത എല്ലാ ഗോത്രങ്ങളും സ്വതന്ത്രമായി ജീവിക്കുന്നവരായിരുന്നു. അങ്ങനെ അടിമയാക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് എല്ലാവരും അടിമയാക്കിയിട്ടുള്ളത്. അപ്പൊ അവിടെ അൽമസംഭവം പിന്നെ പണ്ട് കടം വാങ്ങിച്ചിട്ടേ കൊടുക്കാത്തവരുണ്ട്. അതൊന്നുമല്ല. സ്വതന്ത്രമായി കുടുംബമായി ഗോത്രമായി ജീവിച്ചിരുന്ന മനുഷ്യ സമൂഹങ്ങളെയാണ് മുഹമ്മദ് നബി അടിമയാക്കി പിടിച്ചത്. അങ്ങനെയാണ് ചെയ്തത്. അങ്ങനെയാണ് ചെയ്തതെന്ന് പിന്നെ അങ്ങനെ പറയരുത്. ഞാൻ പറയാതിരുന്നിട്ട് കാര്യമുണ്ടോ? ആധികാരികമായിട്ട് നിങ്ങളെ ഹദീസും നിങ്ങൾ ചരിത്രം ഇസ്ലാമിന്റെ ചരിത്രം ഒന്ന് പഠിക്കേ. മുഹമ്മദ് നബി 90-ലധികം മുഹമ്മദ് നബിയുടെ 10 വർഷത്തെ ജീവിതത്തിനിടയിൽ 90-ന് അടുത്താണ് അക്രമ സംഘങ്ങളും കൊലപാതകങ്ങളും കൊള്ളകളും ഈ പറയപ്പെടുന്ന യുദ്ധങ്ങളൊക്കെ ആയിട്ട് നടന്നിട്ടുള്ളത്. അതിന്റെ ചരിത്രങ്ങൾക്ക് സമഗ്രമായിട്ടുള്ള ചരിത്രങ്ങൾക്ക് കിട്ടും. ചരിത്രം എന്ന് പറഞ്ഞാൽ ഒരിക്കലും എടുക്കാൻ പറ്റുന്ന കാര്യം അറിയോ? ചരിത്രം ഇല്ലാതെ ഇങ്ങനെ പിന്നെ എവിടുന്ന നിങ്ങൾക്ക് ഹദീസ് കിട്ടുക? ഹദീസ് ഈ ശാസ്ത്രത്തെ വരുന്ന ഹദീസില് അതേ തെറ്റാണോ നമുക്ക് തോന്നിയാൽ ഈ സിഹാവ് സിത്തയിൽ തന്നെയാണ് സുഹൃത്തെ ചരിത്രം ഉണ്ടാക്കി എടുക്കുന്നത്. ഈ സിഹാവ് സിത്തയും ഖുർആനും ഹദീസും വെച്ചിട്ടാണ് എല്ലാ ചരിത്രങ്ങളും എഴുതുക. ചരിത്രങ്ങൾ എഴുതുമ്പോ ആ ചരിത്രങ്ങൾ സംഭവങ്ങൾ ഉദ്ധരിക്കുമ്പോ അതിന്റെ തെളിവായിട്ട് ഹദീസുകൾ ഉദ്ധരിക്കും സുഹൃത്തെ. അതന്നെ. അപ്പൊ ഈ കാര്യങ്ങൾ എങ്ങനെയാണ് ഇന്നത്തെ കാലത്തെ അടിമത്തം പിന്നെ ഒരു രാജാവ് വേറെ ജനതയെ ആക്രമിച്ച് അവരെ പിടിച്ചെടുക്കാൻ പറ്റില്ല എന്നതിന് നിങ്ങൾ അവലംബിക്കുന്ന ഹദീസ് തെളിവെന്ന് എനിക്ക് പറഞ്ഞു. അല്ല, പിടിച്ചെടുക്കാം. പിടിച്ചെടുക്കാം. അതൊക്കെ യുദ്ധം ചെയ്ത് ചെയ്താല് അടിമകളാക്കാൻ പറ്റില്ല എന്നുള്ളതിന് നിങ്ങൾ അവലംബിക്കുന്ന ഹദീസോ ഖുർആനോ എന്താണെന്ന് പറഞ്ഞു. എന്താണ് അവരെ അടിമകളാക്കാൻ കഴിയില്ല എന്നുള്ളതിനെ അടിമകളാക്കാൻ പറ്റില്ല. അടിമകളാക്കാൻ പറ്റില്ല. അല്ല, നിങ്ങൾ തെളിവ് തന്നമ്മായി. നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നിങ്ങൾ ഖുർആനെന്നോ ഹദീസെന്നോ അതിൽ നിന്നൊക്കെയുള്ള തെളിവ് തന്നാൽ മതി. ആ തെളിവ് തരാത്ത കാലത്തോളം നിങ്ങൾക്ക് ഇത് ഒരു വൈക്ലഭ്യത്തിന്റെ പേരിൽ ന്യായീകരിക്കുന്നു എന്ന് മാത്രമേ മനസ്സിലാക്കാൻ പറ്റൂ. അതാ പറഞ്ഞ ആ ബോധ്യത്തിന്റെ പേരാണ് ഞാൻ പറഞ്ഞ വൈക്ലഭ്യം. ഇസ്ലാമിലുള്ള നിയമം പറയാനുള്ള ഒരു അതാ പറഞ്ഞത്. നിങ്ങളത് പറഞ്ഞോളി. നിങ്ങൾ പറഞ്ഞാ മതി. നിങ്ങളെ തെളിവ് കൊണ്ടുവന്നാ മതി. മുഹമ്മദ് നബി ആക്രമിച്ച് സ്വതന്ത്രമായിട്ടുള്ള ഗോത്രങ്ങളെ പിടിച്ചെടുത്തതിന്റെ തെളിവ് ഞങ്ങൾക്ക് സിഹാവ് സിത്ത് തരാം. ഓക്കെ, ശരിയാ.